ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മീൻ പീര ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഈ മീൻ പീരയ്ക്ക് വേണ്ടത് ആദ്യം മീനാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ നെത്തോലി മീൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു, ചിരവി വെച്ച തേങ്ങ. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടിട്ടാൽ മതി. പിന്നെ കറിവേപ്പിലയും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലൊരു മൺചട്ടിയിലാക്കി കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയെല്ലാം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസെല്ലാം കത്തിച്ചു. പിന്നെ മീൻ പീര ചെയ്യുന്നത് പല ആൾക്കാരും പല രീതിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഈ സമയത്ത് നമ്മൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ തണുപ്പാണ്, അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. കണ്ടില്ലേ? ഈ സമയത്ത് കുറച്ച് ഉലുവയൊന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. തേങ്ങയും പിന്നെ ഈ എല്ലാ സാധനങ്ങളും നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി എല്ലാം ഇട്ടിട്ട് എല്ലാം ഇട്ട് കൊടുക്കും. ഞാനിവിടെ അത് ക്രഷ് ചെയ്യുന്നില്ല, ഇങ്ങനെ ചതച്ചൊന്നും എടുക്കുന്നില്ല. അതെടുത്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് കിട്ടിയാൽ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മുടെ കരിയാപ്പില ഉണ്ടല്ലോ, ഈ കരിയാപ്പിലും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് കാച്ചമ്പുളി, കൊടംപുളി എന്നൊക്കെ പറയും. അപ്പം ഈ സംഭവമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ല പുളി വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ. അതൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് സാധനം. ഇതെല്ലാം ഒരു പകുതി വേകണം കേട്ടോ. ഈ അരപ്പൊന്ന് പകുതി വെന്ത് കിട്ടണം. ഒരു മൂടിയൊക്കെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഏകദേശം പകുതി ഇതൊക്കെ ആയി. പിന്നെ ഒരു കാര്യം, സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ വേഗം അടിയിൽ പിടിക്കുക. കണ്ടില്ല? ഓൾമോസ്റ്റ് കുറച്ചായിട്ടുണ്ട്. മീനെല്ലാം കഴുകി ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അത് നമ്മളിപ്പോൾ മിക്സ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. മീനിൻ്റെ പീര കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കണം കേട്ടോ. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനൊരു കുറച്ച് കുരുമുളക് പൊടി ചേർത്തു, ഒരു തുള്ളി. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം കുറച്ച് നേരം നമ്മൾ ഒരു മൂടിയൊക്കെ ഓപ്പണാക്കി വെച്ചിട്ട് വേണം ഇത് ഒന്ന് പറ്റിച്ചെടുക്കാൻ. അപ്പോൾ വെള്ളമൊക്കെ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂടാതെ ഇങ്ങനെ ഓപ്പണാക്കി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് പെട്ടെന്ന് പറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നെത്തോലി മീൻ പീര റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ലൊരു പീരയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.